ലെബനിൽ ഇസ്രയേൽ നടത്തിയ കരയാക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ച ഇറാൻ അമേരിക്ക ഇസ്രയേലിന് പിന്തുണ അറിയിച്ചതോടെ പശ്ചിമേഷ്യ പൂർണ്ണമായും യുദ്ധഭീതിയിലാണ്. ആൾനാശമില്ലെന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോഴും ഇസ്രയേലിലെ മലയാളികൾ ഉൾപ്പെടെ വലിയ ആശങ്കയിലാണ്. ടി പി ശ്രീനിവാസൻ, മുൻ അംബാസിഡർ, ഒപ്പം കേണൽ ഡിന്നി നമ്മുടെ തത്സമയം ചേരുന്നു. മനീഷ മാത്യു അവിടെയുള്ള ടെൽ അവീവിലുള്ള മലയാളിയാണ്. ഇസ്രയേലിൽ ജോലി നോക്കുന്ന മനീഷ മാത്യു നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ടി പി സാർ, അനുനിമിഷം യുദ്ധ സാഹചര്യങ്ങൾ വഷളാകുന്നു എന്നാണോ ആഗോളതലത്തിൽ നോക്കുമ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം ഒരു തിരിച്ചടി എന്തായാലും ഈ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിന്റെ അനുരണനങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ ഹൂതികളുടെ ഭാഗത്തു നിന്നും ചെങ്കടലിൽ ആക്രമണം ഉണ്ടാകുന്നു, ഹിസ്ബുള്ള അറ്റാക്ക് നടത്തുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളം, എങ്ങനെയായിരിക്കും ഇനി വരും നിമിഷങ്ങളിൽ പശ്ചിമേഷ്യൻ സ്ഥിതി പോകുമെന്നാണ് വിലയിരുത്തപ്പെടേണ്ടത്? ഇത് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, സംഭവിക്കാതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഹൂത്തീസൊക്കെ റെഡ് സീയിൽ പ്രവർത്തിക്കുന്നത് മുമ്പ് തന്നെയുള്ള ഒരു കാര്യമാണ്, പുതിയതായിട്ടുള്ളതല്ല. അവർ വളരെയധികം ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ കാത്തിരുന്നത് എങ്ങനെയായിരിക്കും ഇറാൻ പ്രതികരിക്കുക എന്നുള്ളതായിരുന്നു. ഹിസ്ബുള്ളയുടെ നേതാവിനെ വധിച്ചു, അതിനു മുമ്പ് ഹമാസിൻ്റെ നേതാവിനെ വധിച്ചു. ശരിക്കിപ്പോൾ ഇസ്രായേലിന് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഇറാനിനോടാണെന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ്. കാരണം മറ്റ് അറബ് രാജ്യങ്ങളൊന്നും ഇതിൽ ഇടപെടുന്നില്ല. അപ്പോൾ ഇസ്രായേൽ കാത്തിരുന്നത് എന്താണ് ഇറാൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇന്നലെ രാത്രി ഏകദേശം ഇന്ന് രാവിലെ വരെ നമുക്കുണ്ടായിരുന്ന ഒരു ചിന്ത ഇസ്രായേലിൽ ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കും എന്നായിരുന്നു. കാരണം ഇത്രയും മിസൈൽസ് അങ്ങോട്ട് ഫയർ ചെയ്തപ്പോൾ എന്തായാലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും, ജീവനാശം ഉണ്ടാകും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിനുള്ളൊരു റിയാക്ഷനായിട്ടാണ് പ്രസിഡന്റ് ബൈഡൻ വീണ്ടും ഇസ്രായേലിൻ്റെ കൂടെ തന്നെയാണ്, നമ്മൾ വേണമെങ്കിൽ യുദ്ധം ചെയ്യും, അതുപോലെ ഇസ്രായേലി മിസൈൽസിനെ വെടിവെച്ചിടണം, അതിൽ ഞങ്ങൾ താല്പര്യം കാണിക്കുന്നു എന്നൊക്കെ പറയാൻ കാരണം. പക്ഷേ ഇന്ന് ഇതുവരെയുള്ള വാർത്തകളിൽ നിന്ന് കഴിയുന്നത് ഇസ്രായേലിൽ അത്രയധികം ഒന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ്. ഇത് യഥാർത്ഥത്തിലാണോ അതോ ഇസ്രായേൽ തന്നെ അതിനെ കുറച്ച് കാണിക്കുകയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു ഇംപ്രഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് പറയുന്നെങ്കിൽ പോലും എത്ര ശക്തമായിട്ടാണ് തിരിച്ചടിക്കുക? ഇപ്പോൾ ഇറാനിയൻ ന്യൂക്ലിയർ സ്റ്റേഷൻസിനെ അറ്റാക്ക് ചെയ്യുന്നവരെ പറയുന്നുണ്ട്. ന്യൂക്ലിയർ സ്റ്റേഷനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഇറാനെ മാത്രമല്ല ബാധിക്കുന്നത്, ലോകത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഇറാൻ എന്ത് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അവർക്ക് ആവശ്യത്തിന് എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടെന്നും അതൊന്ന് ഇത് പുട്ട് ഇറ്റ് ടുഗദർ അവർക്ക് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വിശ്വാസമുണ്ട്. അതേസമയത്ത് തന്നെ ഇറാൻ്റെ തീരുമാനം ഈ ഇത് ന്യൂക്ലിയർ വെപ്പൺസ് അവരുടെ മതത്തിനെതിരാണ്, അതുകൊണ്ട് അതിനാൾ ഉപയോഗിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. അപ്പം ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇസ്രായേൽ മനഃപൂർവ്വം അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല, 1-2 പേർ മറ്റു കാരണങ്ങൾ കൊണ്ട് മരിച്ചു എന്നൊക്കെയാണുള്ള വാർത്തകൾ ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഉടനെ തന്നെ ഒരു വലിയ സ്ട്രൈക്ക്. ടി പി സാർ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് ടെൻഷൻ വർദ്ധിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം, കാരണം ഇന്ത്യ നമുക്കറിയാം ഈ രാജ്യങ്ങളുമായും വ്യാപാരത്തിൽ വളരെ ദൃഢത, കാമ്പോട് കൂടിയുള്ള വ്യാപാരം നിൽക്കുന്ന ഒരു റോളാണ് ഇന്ത്യ വഹിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം നമ്മെ സംബന്ധിച്ചോളം കൺസേൺ ഉയർത്തുന്നുണ്ട്? നമ്മുടെ സിറ്റിസൺസിനെ അവിടെ നിന്നൊക്കെ മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഒരു നിർദ്ദേശം പ്രാഥമികമായിട്ട് എന്തായാലും എംബസികൾ വഴി പോകുമ്പോഴും അതിനപ്പുറത്തേക്ക് സാഹചര്യങ്ങൾ നമ്മൾ ഇടപെടേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടോ ഇപ്പോൾ? ഇല്ല, ഈ തരത്തിലുള്ള സാഹചര്യത്തിൽ എല്ലാ ഗവൺമെൻറ്റും ചെയ്യുന്നതാണല്ലോ. ആദ്യം നമ്മുടെ ആളുകളോട് അലേർട്ടായിരിക്കണം എന്ന് പറയുക, രണ്ടാമത് കൂടുതൽ വഷളാകുകയാണെങ്കിൽ ആളുകളോട് അവിടെ വിട്ടുപോകണമെന്ന് പറയുക. പക്ഷേ ചില സന്ദർഭത്തിലും നമുക്കറിയാം ഈ അഡ്വൈസറീസൊക്കെ കൊടുക്കുന്നതിന് എല്ലാവരും ഒന്നും അതിനുവേണ്ടി അതായി ശ്രമിക്കുന്നില്ല. കാരണം യുക്രൈനിൽ ഓർമ്മയുണ്ടല്ലോ, യുദ്ധം വരുന്നതിന് മുമ്പ് ഇതൊക്കെ പറഞ്ഞെങ്കിലും ആരും പോയില്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അവസാനം എല്ലാവരെയും കൂടെ ഒന്നിച്ച് മാറ്റേണ്ടി നമുക്ക് വന്നു. അപ്പോൾ അതുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ജീവിതം നിറയ്ക്കുന്നവർക്ക് ഇതുപോലെയുള്ളൊരു ഡിസ്റ്റർബൻസ് കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് അത് ചെയ്യില്ല. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർണിങ്സ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അതല്ല നമ്മുടെ പ്രശ്നം. ഇന്ത്യക്ക് എന്ത് വരുന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇതൊരു വിശാലമായ യുദ്ധത്തിലേക്ക് പോവുകയാണോ, ന്യൂക്ലിയർ യുദ്ധത്തിലേക്ക് പോവുകയാണെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കേണ്ടത്, അതുപോലെ അന്വേഷിക്കേണ്ടതും. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്രായേൽ അതിനെ ഒരു വലിയ അപകടമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു നഷ്ടമായിട്ടോ കാണിക്കാത്തത്
ഒരുപക്ഷെ അവർ വലുതായിട്ട് സ്ട്രൈക്ക് ചെയ്ത് മറ്റൊരു യുദ്ധം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ ഈ യുക്രൈൻ റഷ്യ യുദ്ധം അത് നീണ്ടു പോവുകയാണ്. ഇത് ഇവിടെ ഒരു ലോങ് റണ്ണിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഈ അറബ് രാഷ്ട്രങ്ങൾ കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ നമുക്കൊരു ടെൻഷന്റെ ആവശ്യമുണ്ടോ എന്നറിയില്ല. കാരണം അറബ് രാഷ്ട്രങ്ങളൊന്നും അവരുടെ നിലപാട് അറിയിച്ചില്ല. അവർ മറ്റ് രീതിയിൽ അങ്ങനെ കണ്ണി ചേർക്കപ്പെടുകയാണെങ്കിൽ അത് എത്രത്തോളം ഒരു മഹായുദ്ധത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകാം, അതിന്റെ ഇമ്പാക്ട് അങ്ങനെയെങ്കിൽ എന്തായിരിക്കാം? അതെ, യുദ്ധം ഉണ്ടായാലും ഇമ്പാക്റ്റ് എന്തായിരിക്കാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അതല്ല, യുദ്ധം ഉണ്ടാകുമോ, ഇത് കുറേ കൂടെ വിശാലമായ യുദ്ധമാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ റിറ്റാലിയേറ്ററി സ്ട്രൈക്കാണെന്ന് ഇറാൻ വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ അർത്ഥം അവർ ഇസ്രയേലിനെ കോൺക്വർ ചെയ്യാനോ ഇസ്രയേലിനെ നശിപ്പിക്കാനോ ഉള്ള ഉദ്ദേശമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിറ്റാലിയേറ്ററി സ്ട്രൈക്ക് കഴിഞ്ഞു, അത് എത്ര വലിയ നാശനഷ്ടം ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കുകയും മറ്റൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭവം വരുന്നവരെ. ഇപ്പോൾ ഡ്രമാറ്റിക്കായിട്ട് വന്നത് ഹിസ്ബുള്ള നേതാവിനെ വധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ റിറ്റാലിയേഷൻ കഴിഞ്ഞു. അപ്പോൾ അത് കഴിയുമ്പോൾ എല്ലാവരും കുറച്ചും കൂടെ ശാന്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതേസമയം തന്നെ ഇനി ഇസ്രയേൽ വളരെ ഒരാക്രമണം നടത്തുകയാണെങ്കിൽ, അതും ന്യൂക്ലിയർ സ്റ്റേഷൻസിനെയൊക്കെ നോക്കി ബോംബ് ചെയ്യാനൊക്കെ തുടങ്ങിയാൽ അത് പിന്നെ വേറൊന്നും നോക്കാനല്ല, നമുക്ക് ആളുകൾ തിരിച്ചു വരേണ്ടി വരും. നമ്മുടെ ട്രേഡിനെ പറ്റിയൊന്നും ആയിരിക്കില്ലല്ലോ അന്നേരം, ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അപ്പോൾ അത് ഇപ്പോഴത്തെ സൂചന അതൊരു വലിയ യുദ്ധമായി മാറാൻ സാധ്യതയില്ല എന്നാണ്. ശരി സാർ ഞാൻ മടങ്ങി എത്താം. ശ്രീ ഡിന്നിയിലേക്ക്, കേണൽ ഡിന്നിയിലേക്ക് പോകും മുമ്പ് അവിടെ നിന്നുള്ള നമ്മുടെ മലയാളി കൂടിയായ മനീഷ മാത്യു, മലയാളികളെ സംബന്ധിച്ചോളം ഒരുപാട് പേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു കൺസേൺ വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. മനീഷ മാത്യു, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും അവിടെ സുരക്ഷിതരാണോ? പ്രത്യേകിച്ച് എന്തെങ്കിലും അലർട്ട് ഇപ്പോൾ നൽകേണ്ടതുണ്ടോ? സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശം എംബസി വഴിയൊക്കെ ലഭ്യമാകുന്നുണ്ടോ? ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും തന്നെ സുരക്ഷിതരാണ് ഇവിടെ. ഇപ്പൊ നിലവിൽ ഇന്നലെ ഇവിടെ ഇല്ല ഞങ്ങൾക്ക്. ഇപ്പം ലെബനോണിന്റെ ഭാഗത്തുനിന്ന് 1-2 മിസൈൽസ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു 11:30 വരെ എന്നുള്ള ടൈം വരെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് ഇസ്രായേൽ ആർമിയിൽ ഞങ്ങൾ വിശ്വാസം ഉള്ളവരാണ്. ഞങ്ങൾക്ക് വരുന്ന ഇന്നലെ തന്നെ 201 മിസൈൽസ് ഇറാൻ വിട്ടിട്ട് പോലും ഞങ്ങൾ സേഫാണ് ഇവിടെ. അതെല്ലാവരും ബംഗർ ഉണ്ടായിട്ടല്ല, ബംഗർ ഉള്ളവർ ബംഗറിൽ പോകണു, അല്ലാത്തവർ സേഫ് റൂം എന്ന് പറയുമ്പോൾ മനീഷ, അവിടെ ഈ നമുക്കറിയാമല്ലോ മുൻപ് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അവിടെ അതിർത്തി കടന്നുകൊണ്ടുള്ള അറ്റാക്ക് നേരത്തെ ഉണ്ടാകുന്ന സമയത്ത് ഹമാസിന്റെ ഭാഗത്തു നിന്നൊക്കെ ആ സമയത്തൊക്കെ ഒരുപാട് അലർട്ടൊക്കെ എടുത്ത് ഉടനടിയൊക്കെ മാറണമെന്ന പല നിർദ്ദേശം കൊണ്ട് പലരും തിരിച്ചു വരികയും ചെയ്തു. ഇന്നിപ്പോൾ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ ആക്രമണം ഉണ്ടാകുന്നതായിട്ടൊക്കെ നമ്മൾ പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്നും അവിടുത്തെ നമ്മൾ ചില വാർത്തകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് ശരിയാണോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നോർത്ത് സൈഡിലെ സ്കൂളുകളൊക്കെ ഒരാഴ്ചയായിട്ട് ക്ലോസ് ആണ്. നേരത്തെ തന്നെ നമ്മൾ ലെബനോണിലേക്ക് അറ്റാക്കും ലെബനോണിൽ തിരിച്ചു അറ്റാക്ക് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ സ്കൂളുകളെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുവാണ്. അതായത് മനീഷ, അന്ന് നമുക്കറിയാമല്ലോ പെട്ടെന്ന് പലരും അവിടെ തങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ ഒരു ടെൻഷൻ വർദ്ധിക്കുന്ന സമയത്തൊക്കെ പിന്നീടാണ് പലരും തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നമുക്ക് എല്ലാം തയ്യാറായി ഇരിക്കണം എന്നൊരു നിർദ്ദേശം എംബസിയുടെ ഭാഗത്തു നിന്നുണ്ടോ? നിങ്ങൾ തമ്മിൽ അവിടെയുള്ള മലയാളികൾ തമ്മിലൊക്കെ ഒരു കോർഡിനേഷൻ ഉണ്ടോ? കൂട്ടായ്മകളുണ്ടോ? വിവരങ്ങൾ പരസ്പരം കൈമാറുന്നുണ്ടോ ഇന്ത്യക്കാരൊക്കെ? അതെ, എല്ലാവരും തമ്മിൽ പരസ്പരം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ മുതൽ രാത്രി അറ്റാക്ക് ഉണ്ടായപ്പോൾ മുതൽ, അല്ലാത്തപ്പോഴും ഉണ്ട്, അന്ന് മുതൽ ഈ സമയം വരെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും തന്നെ നിർത്തി ഇന്ത്യയിലേക്ക് വരണമെന്ന് ആരും പറയുന്നില്ല. ആരാണോ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി നേരത്തെ മുതലേ പ്ലാൻ ചെയ്ത് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ആരും തന്നെ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പുറത്തേക്കൊക്കെ ഇറങ്ങുന്നതിന് മറ്റ് നിയന്ത്രണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പുറത്തേക്ക് മാക്സിമം ഇറങ്ങാറില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. നേരത്തെ തന്നെ എന്ന് പറഞ്ഞതുപോലെ തന്നെ യുദ്ധം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാ വീടുകളിലും ഫുഡ് ഐറ്റംസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ഇറങ്ങേണ്ടതായ ആവശ്യങ്ങൾ വരുന്നില്ല. ബംഗറൊക്കെ നോക്കി വെച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാവരും തമ്മിൽ ഒരു കോർഡിനേഷനും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ, നമുക്കെല്ലാം നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. നമ്മൾ മറ്റൊരു രാജ്യത്താണല്ലോ. അപ്പോൾ നമുക്ക് സുരക്ഷിതമായി കയറിയിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നേരത്തെ കൂട്ടി ആലോചിച്ചിട്ടുണ്ടല്ലോ. കോമൺ ഷെൽട്ടറുകൾ ധാരാളം ഉള്ള ഒരു സ്ഥലമാണ് ഇസ്രായേൽ. ഇല്ലാത്ത സ്ഥലത്ത് കോമൺ ഷെൽട്ടറുകൾ ഇപ്പൊ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കെയർ ഗീവേഴ്സിനെയും ഫാമിലി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓക്കെ ആണോ, സേഫ് ആണോ ചോദിക്കുന്നുണ്ട്. പിന്നെ പലരെയും മക്കളുടെ വീട്ടിൽ, ഷെൽട്ടർ ഇല്ലാത്ത വീട്ടിലെ ആൾക്കാരെ മക്കളുടെ വീട്ടിലേക്ക്, നമ്മൾ നോക്കുന്ന പേഷ്യന്റിന്റെ മക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അല്ലാത്തവര് കോമൺ ഷെൽട്ടറുകളുള്ളവരെ അങ്ങോട്ടേക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. കേണൽ ഡിന്നി, അതായത് ഇപ്പോൾ അവിടെ ഒരു ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇത്രയും വരുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ സൈനിക ശേഷി വെച്ചക്കെതിരെ പ്രതിരോധിക്കുന്നു എന്ന് പറയുമ്പോഴും കരവഴി ഒരു അറ്റാക്ക് കൂടി ഇന്നുണ്ടായിട്ടുണ്ട്. 6-7 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ
അത്ര ചില്ലറയല്ല. നല്ല രീതിയിൽ നമ്മൾ ഗൗരവത്തോടുകൂടി അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരുൾപ്പെടെ കരുതലെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ അടുത്ത നീക്കം സംബന്ധിച്ചൊക്കെ? കാരണം ഹിസ്ബുള്ള രണ്ടും കൽപ്പിച്ച് ഇപ്പോൾ പുതിയ മുന്നറിയിപ്പായി അവർ രംഗത്തെത്തുകയാണ്. നേരത്തെ ടി പി ശ്രീനിവാസ് സാർ പറഞ്ഞതുപോലെ ഇതൊരു മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്നൊരു ആശങ്കയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ സൈനിക നീക്കം സംബന്ധിച്ചൊക്കെ അമേരിക്ക കൂടി കൈകോർക്കുമ്പോൾ സ്ഥിതി അവിടുത്തെ ടെൻഷൻ എത്രത്തോളമുണ്ട്? തീർച്ചയായിട്ടും ശ്രീ പ്രജേഷ്, ഒരു കാര്യം സംശയമില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ ഒരു വിഷമം അല്ലെങ്കിൽ വളരെ നമ്മൾക്ക് എല്ലാവരും ഒരു കരുതലായിട്ട് ഇരിക്കേണ്ടുള്ള ഒരു സമയം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ നമ്മളിവിടെ ഇപ്പം അതിനൊരു അനലൈസ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി നടന്ന പോലെ ഉള്ള ഒരു അറ്റാക്ക് ഇനി ഇസ്രായേലിൽ ഇപ്പൊ അടുത്ത കാലത്ത് അങ്ങ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നത്. അപ്പൊ രണ്ടാമത്തേത് അവരുടെ അവിടുത്തെ ജനതയുടെ സുരക്ഷ, ഇൻക്ലൂഡിങ് നമ്മളെ മലയാളികളും ഭാരതീയരായിട്ടുള്ള ആളുകളുടെയും സുരക്ഷ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം കൊണ്ട് പല രീതിയിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇപ്പൊ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇറാൻ ഇതുപോലത്തെ ഒരു അറ്റാക്ക് ചെയ്യുന്നത്. ഏപ്രിൽ മാസം ഈ വർഷം ഇതുപോലൊരു അറ്റാക്ക് ചെയ്തിരുന്നു. അന്നും വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഇല്ലായിരുന്നു. വളരെ കുറച്ചൊരു എയർബേസിൽ ചെറിയ ചില തകരാറ് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോഴും ഇന്നും ഇതുവരെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഈ അറ്റാക്ക് ഈ കരമാർഗമുള്ള അറ്റാക്കിനെക്കാട്ടിയും അതൊരു ടെറർ അറ്റാക്ക് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 6-7 പേരെ കണ്ട് കുത്തി കൊല്ലുന്ന രീതിയിലേക്കുള്ള അത് തീർച്ചയായിട്ടും ഇസ്രായേലിൽ ഇനിയും സംഭവിക്കാൻ ഉള്ള കാര്യം. കാരണം അത് ആർക്കും എപ്പോഴും എവിടെ വെച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനത്തെ അറ്റാക്സ് ഒക്കെ നടക്കാം. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ ഈ ഒരു എസ്കലേഷൻ ചെയ്തത്, അതായത് ഇറാനെ സംബന്ധിച്ചോളം ഇറാനിന് ഈ ഒരു അറ്റാക്ക് ചെയ്തേ തീരുമായിരുന്നു. അവർക്ക് യാതൊരുവിധ നിവൃത്തിയില്ലായിരുന്നു. കാരണം അവരുടെ തന്നെ കൂടെ, അതായത് അവർ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടുള്ള ഹിസ്ബുള്ള, ഹമാസ്, ഹുത്തീസ്, ഇവർക്കെല്ലാം വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇറാൻ ഇപ്പം പ്രതികരിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഹിസ്ബുള്ള കമാൻഡറിനെ ന്യൂട്രലൈസ് ചെയ്തു, ഹമാസിനെ അവരുടെ ടെറിട്ടറി വെച്ച് തന്നെ ന്യൂട്രലൈസ് ചെയ്തു. അപ്പൊ ഇറാൻ ഇപ്പം പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ ആ ഒരു വില അല്ലെങ്കിൽ അവരുടെ ഒരു ഇമേജ് അത് മൊത്തം തകരുമായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചോളം നമ്മളൊരു എക്സ്പെക്ടഡ് ലൈൻസ് ആയിരുന്നു, അതായത് ഇറാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കും. ഇനി തിരിച്ച് ഇസ്രായേൽ എത്രമാത്രമുള്ള രീതിയിലേക്കുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുള്ളത്. അതിനകത്ത് 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, US-ന്റെ വലിയൊരു സപ്പോർട്ട് ഇസ്രായേലിനുണ്ട്. രണ്ടാമത്, വലിയ രീതിയിലുള്ള സിവിലിയൻ കാഷ്വാലിറ്റീസ് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. മൂന്നാമത്, എനിക്ക് തോന്നുന്നു ഇപ്പം ഇസ്രായേൽ പല ഭാഗത്തായിട്ട് ഇപ്പൊ ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറാനുമായിട്ട് തുറന്നൊരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് അവർ സ്ട്രൈക്ക് ചെയ്യും. ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻസിലൊന്നും ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്യത്തില്ലായിരിക്കും, കാരണം അത് വേറൊരു ലെവലിലേക്ക് പോകും, ശ്രീനിവാസൻ സാർ പറഞ്ഞ പോലെ. പക്ഷെ ഡെഫിനറ്റ്ലി അവർ ചെയ്യാൻ പോകുന്നത് ഒരു ഓപ്ഷൻസ് ഏതെങ്കിലും മിലിറ്ററി ടാർഗറ്റ്സിനെയോ അല്ലെങ്കിൽ അവിടുത്തെ ഓയിൽ ഫീൽഡ്സിനെയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അത് അവിടെ വെച്ച് നിർത്താനുള്ള ഒരു ശ്രമമായിരിക്കും. ഇതെല്ലാത്തിന്റെയും വേറൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ US-ന്റെ ഇലക്ഷൻസ് വരാൻ പോവുകയാണ്. അപ്പൊ US-ന്റെ ഇലക്ഷൻസിനകത്ത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് ഇസ്രായേൽ ഈ ഒരു പ്രശ്നം. അപ്പം അത് ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ഇതുപോലത്തെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മിസൈൽ അറ്റാക്സ്, മറ്റു രീതിയിലുള്ള അറ്റാക്സ് ഒക്കെ നടക്കും. ലെബനനിലേക്കുള്ള ഇസ്രായേലിന്റെ ലിമിറ്റഡ് വാർ എന്ന് പറയുന്ന അതും നടക്കും. പക്ഷെ ഒരു US ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നു ഈ യുദ്ധത്തിന് ഒരു സീസ് ഫയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ 2-3 മാസം വളരെ ക്രിട്ടിക്കലാണ്. അത് നമ്മുടെ ആളുകൾക്കും അവിടുത്തെ ഇസ്രായേലിലായാലും ശരി ആ പ്രദേശത്ത് മൊത്തത്തിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളൊന്നും വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് പോലും ചിലപ്പം ഇത് പോകാൻ സാധ്യതയുണ്ട്. ശരി, തീർച്ചയായും അതിഥികൾ ദയവായി കുറച്ച് സമയം കൂടി തുടരുക. നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം തിരികെ എത്താം. ചർച്ചയിലേക്ക് തിരികെ TP ശ്രീനിവാസൻ സാർ, അതായത് ഈ 2-3 അല്ലെങ്കിൽ ഈ മാസമാണെങ്കിൽ നീണ്ടുനിന്നാൽ കൂടിയും ആ യുദ്ധമുഖത്തെ സംബന്ധിച്ചോളം, പശ്ചിമേഷ്യയെ സംബന്ധിച്ചോളം അതിൻ്റെ അനുരണനങ്ങൾ, നെഗറ്റീവ് ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. നമ്മൾ ആ യുക്രൈൻ റഷ്യൻ യുദ്ധത്തിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അവിടെയാണ് ഈ ഒരു തേർഡ് പാർട്ടി റോള് അല്ലെങ്കിൽ UN-ന്റെ റോൾ എത്രത്തോളം വലുതായിരിക്കും, ഇടപെടൽ. കാരണം ആ റഷ്യ യുക്രൈൻ യുദ്ധത്തിലൊക്കെ തന്നെ ഇടപെടലുമായി ബന്ധപ്പെട്ട് വലിയ തോതിലൊക്കെ പഴി കേൾക്കുന്ന ഒരു സംവിധാനം കൂടിയായി മാറുമ്പോൾ ഇനി അടുത്ത അടിയന്തര യോഗമടക്കം വിളിച്ചു ചേർക്കുന്നു UN-ന്റെ ഇടപെടൽ. അപ്പോൾ അതൊക്കെ നമുക്ക് എത്രത്തോളം പ്രതീക്ഷ ഇതിൻ്റെ ഒരു കെടുതികൾ കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ രണ്ടൊരു സമവായത്തിലേക്കൊക്കെ എത്തിക്കുന്നതിനുമൊക്കെ സാധ്യമാകുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് കാണാൻ കഴിയുമോ? അത് സാധ്യതയില്ല. കാരണം നമ്മുടെ UN ചാർട്ടറിൽ പറയുന്ന ഒരു സ്കീം ഓഫ് തിങ്സ് ഉണ്ട്. ഈ കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് രാജ്യങ്ങൾ ഇടപെടേണ്ടത്, എങ്ങനെയാണ് UN പെരുമാറേണ്ടത് എന്നൊക്കെ ഒരു സ്കീം ഓഫ് തിങ്സ്, പ്രിവെൻറ്റീവ് ഡിപ്ലോമസി, പിന്നെ സീസ് ഫയർ, ദെൻ പീസ് കീപ്പിംഗ്, ദെൻ പീസ് മേക്കിംഗ്, ഇങ്ങനെയുള്ള സ്ട്രക്ചറാണുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് പാരലൈസ്ഡ് ആയിരിക്കുകയാണ്. ഇപ്പം അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. കാരണം വീറ്റോയുടെ കാരണമുണ്ട്.
ഇതിലിപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ത് കാരണം പറഞ്ഞാലും ഇസ്രായേലിന് എതിരായിട്ട് ഒരു റെസൊല്യൂഷൻ ഉണ്ടാകാൻ അവർ സമ്മതിക്കില്ല. ദാറ്റ് വിൽ ബി വീറ്റോഡ്. അതുപോലെ തന്നെയാണ് റഷ്യൻ്റെ കാര്യത്തിൽ നമുക്കറിയാം. റഷ്യ ഇറ്റ്സെൽഫ് ഈസ് എ പെർമനൻറ്റ് മെമ്പർ ഹാവിങ് എ വാർ. അപ്പോൾ ആ സിസ്റ്റം ഈ പെർമനൻറ്റ് മെമ്പേഴ്സ് തന്നെ യുദ്ധത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ താല്പര്യങ്ങൾ കാണിക്കുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ ചർച്ച ചെയ്യും, അവർ പല കാര്യങ്ങളും സംസാരിക്കും, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ ആരെങ്കിലും കൊണ്ടുവരും, അത് US വീറ്റോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു ജനറൽ അപ്പീൽ ഫോർ കാം എന്നുള്ളതിൽ കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് സെക്രട്ടറി ജനറൽ ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം പീസ് ഈസ് ഇന്നോവേറ്റബിൾ, പീസ് ഈസ് ഇൻഡിസ്പെൻസബിൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നു. പക്ഷേ അത് എൻഫോഴ്സ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുകയില്ല. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അമേരിക്ക യാതൊരു കൺസെഷനും കൊടുക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ പല കാര്യങ്ങളും അറബ് രാഷ്ട്രങ്ങളുടെ റോൾ എങ്ങനെയായിരിക്കും സർ? അറബ് രാഷ്ട്രങ്ങൾ നേരിട്ട് ഇസ്രായേലിനെ എതിർക്കുകയില്ലല്ലോ. അവരെല്ലാവരും ഇപ്പോൾ UAE-യും സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സൗദി അറേബ്യ സൈൻ ചെയ്യാനുള്ള സമയമായപ്പോഴാണ് ഹമാസ് ആക്രമിച്ചത്. ഒരു കാരണം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. കാരണം സൗദി അറേബ്യയും കൂടെ ഈ അക്കോർഡ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാലസ്റ്റൈൻ എന്നുള്ള ഒരു ആശയം തന്നെ ഇല്ലാതാകുമെന്നുള്ള ഭയം കൊണ്ടാണല്ലോ ഈ ആക്രമണം ആദ്യം തന്നെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അറബ് രാജ്യങ്ങളിൽ ഇതിൽ ഒരു ലിപ് സർവീസ് കൊടുക്കും. ഇറാന് പ്രത്യേകിച്ചും ഹിസ്ബുള്ളയൊക്കെ നല്ല, അതുപോലെ ലെബനനിലുള്ള കാര്യങ്ങളിലൊക്കെ അറബ് രാജ്യങ്ങൾ ഒരുപക്ഷെ സിമ്പതി എക്സ്പ്രസ് ചെയ്യുന്നു വരാം. പക്ഷെ അതിൽ കൂടുതലായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ടൊരു ടിറ്റ് ഫോർ ടാറ്റ് തൊട്ട് ഇത് അവസാനിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം നല്ലത് തന്നെയാണ്. അത് ഇസ്രായേൽ വലിയ നാശനഷ്ടം ഉണ്ടായില്ല എന്നുള്ള വാർത്തയാണ് എനിക്ക് കുറച്ചൊരു ഒരു സമാധാനം നൽകുന്നത്. കാരണം അവർ വലിയ ആക്രമണം ഉണ്ടായി, വലിയ നാശനഷ്ടം ഉണ്ടായി എന്ന് അവർ പറയുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെ വലിയ ഒരു അറ്റാക്ക് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർ തന്നെ ഇതിനെ കുറച്ച് കാണിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ആ സാധ്യത ഇല്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. ശരി മനീഷ, അവിടെ ഇപ്പോൾ മലയാളികൾ ഒക്കെ എല്ലാവരും ഉണ്ട്. അവർ നിങ്ങളൊക്കെ തമ്മിൽ ഈ പറഞ്ഞോണം ഡേ ടു ഡേ അപ്ഡേറ്റ്സ് എംബസിയുടെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായി ലഭ്യമാകുന്നുണ്ടോ? കാരണം അത് നേരത്തെ നമ്മളറിയാം എങ്ങനെയൊക്കെ സിറ്റുവേഷൻ, വൾണറബിൾ സിറ്റുവേഷനൊക്കെ ആകുമ്പോൾ അപ്ഡേറ്റ്സ് പെട്ടെന്നൊക്കെ ലഭ്യമാകും. അപ്പോൾ അതിനനുസരിച്ച് പോകാനും പര്യാപ്തമായിട്ടൊക്കെയുള്ള സിറ്റുവേഷനാണോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടീഷൻസ് കുറച്ചുകൂടി ഒരു മോശമാകുന്നു എന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ അവിടെ അധികം നിൽക്കാത്ത രീതിയിൽ അതിന് വേണ്ടുന്ന ഏർപ്പാടുകൾ അതൊക്കെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള അധികൃതരൊക്കെ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടോ? അറിയിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിന് മുന്നേ തന്നെ ഈ ഇറാന്റെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പം Zoom മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ആർക്കെങ്കിലും പോകേണ്ടതായിട്ടുണ്ടോ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഇനിയിപ്പം നമുക്ക് മെന്റലി സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എംബസി ചെയ്തു തരുന്നുണ്ടായിരുന്നു. എംബസി ഉൾപ്പെടെ നമ്മുടെ ഇവിടുത്തെ ഇസ്രായേൽ ഏജൻസി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. എത്ര മലയാളികൾ ഏകദേശം എത്രത്തോളം പേരുണ്ട്? കൃത്യമായി അങ്ങനെ ഒരു ഏകദേശം കണക്കറിയാമോ? ഏകദേശം കണക്കെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് കറക്റ്റ് നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റത്തില്ല. നമ്മൾ നോർമലി ചിന്തിക്കും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പോലും നമുക്ക് പറ്റത്തില്ല. നമ്മുടെ അയൽവക്കക്കാർ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മലയാളീസ് ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ എല്ലാവരും സേഫാണ്. എല്ലാവർക്കും ഇസ്രായേൽ ആർമിയിൽ ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശ്വാസമുണ്ട്. പറയുമ്പോൾ നമുക്കൊരു എന്താ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് ഇസ്രായേലിനെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശരി, അവസാനമായി ശ്രീ ഡിന്നി, അതായത് നേരത്തെ TP ശ്രീനിവാസ് സാർ പറഞ്ഞതുപോലെ വലിയ തോതിൽ മുറിവേറ്റിരുന്നെങ്കിൽ അഭിമാന പ്രശ്നമായി കണ്ടുകൊണ്ട് വലിയൊരു അറ്റാക്ക് ഉണ്ടാകുമായിരുന്നു. ആ സാഹചര്യം എന്തായാലും ഒഴിവായി. അപ്പോൾ നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ്, വിദേശകാര്യ മന്ത്രാലയം കുറച്ചുകൂടി എത്രത്തോളം കാര്യക്ഷമമായി ഇടപെടണം അവിടെയുള്ള നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി? എനിക്ക് തോന്നുന്നു ഇപ്പം ആ ഒരു രീതിയിലേക്കുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടൊരു ഇടപെടലിന്റെ ഒരു സാഹചര്യം ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു. അവിടെ മനീഷ മാഡം ഒക്കെ പറഞ്ഞ കേട്ടപ്പോൾ നമുക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇടപെടലിന്റെ ആവശ്യം ഇല്ലെന്ന് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ആൻഡ് ഹോപ്പ്ഫുള്ളി അങ്ങനെ എത്തത്തില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം രണ്ട് പാർട്ടീസും, ഇറാൻ ആയാലും ശരി ഇസ്രായേൽ ആയാലും ശരി, അവർ തമ്മിൽ നേർക്ക് നേർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു പരിധി വിട്ട് അവർ ചെയ്യുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം നമ്മൾ. അതായത് അത് വളരെ ശ്രദ്ധേയമായിട്ട് കാര്യം. അതായത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോഴും ഇറാനിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോഴും അവരൊരു സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാവാതെയും മറ്റു രീതിയിലേക്കുള്ള ഒരു എസ്കലേഷനിലേക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് രണ്ടുപേരും. പക്ഷെ ഹിസ്ബുള്ള, ഹമാസ്, ഹുത്തീസിനെയൊക്കെ സംബന്ധിച്ചോളം ആ ഒരു കൺസെഷൻ ഇസ്രായേൽ കൊടുക്കുന്നുമില്ല, തിരിച്ച് ഇസ്രായേലിന് കിട്ടുന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെയും
ഇസ്രായേൽ എന്തായാലും തിരിച്ചടിക്കും. പക്ഷെ ആ ഒരു തിരിച്ചടിയിലൂടെ ഒരു സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ചൊരു ടെമ്പററി ആയിട്ടുള്ള രീതിയിലേക്ക് പോകും എന്നാണ് ഇപ്പം നമുക്ക് വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട പോലെ പേജർ ബോംബറും മറ്റു കാര്യങ്ങളൊക്കെ പോലെ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മളെ ഭാരതീയരെ സംബന്ധിച്ചോളം ഇപ്പം അത്ര ഒരു ആശങ്കയ്ക്ക് വകയില്ലെന്നാണ് നമുക്ക് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് പറയാൻ സാധിക്കുക. അവസാനമായി ശ്രീ ടി.പി. ശ്രീനിവാസൻ സാർ, ഈ പറഞ്ഞതുപോലെ ഓരോ യുദ്ധവും അത് നമ്മുടെ യുക്രൈൻ റഷ്യ യുദ്ധ സമയത്താണെങ്കിലും പശ്ചിമേഷ്യയിലുണ്ടാകുന്ന സംഘർഷങ്ങളിലൊക്കെ തന്നെ അത് ആഗോളതലത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ഓയിലായാലും അല്ലെങ്കിൽ ഗോൾഡ് ആയാലും അങ്ങനെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മറ്റ് മേഖലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായാലും ഒക്കെ വ്യാപാരങ്ങളൊക്കെ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ 2-3 മാസമോ അല്ലെങ്കിൽ 4 മാസമോ ഒരു ടെൻഷൻ നിന്നാൽ കൂടി അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് ഏതൊക്കെ മേഖലയെ ബാധിച്ചേക്കാം? അതിപ്പോൾ മെഷർ ചെയ്യാൻ വലിയ പ്രയാസമാണല്ലോ. ഡിപ്പെൻസ് ഓൺ എന്ത് തരത്തിലുള്ള യുദ്ധമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ലോങ് ടേം ഇമ്പാക്റ്റ് തീർച്ചയായും ഉണ്ടാകും. ഈ ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള മലയാളികൾ പറയുന്നു ഞങ്ങൾക്ക് അപകടമൊന്നുമില്ല, അങ്ങനെയാണ് യുക്രൈനിലും പറഞ്ഞിരുന്നത്. അവർക്കൊന്നും ഉണ്ടായിരിക്കുമല്ലോ. ആർക്കും തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പല രാജ്യങ്ങളും അവരുടെ ആളുകളെ കൊണ്ടുപോയി. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് അപകടമൊന്നുമില്ല എന്നാണ്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. അവർക്ക് അപകടം തോന്നുന്നില്ല. അതുപോലെ ഇസ്രായേലിൻ്റെ ഒരു യുദ്ധത്തിന് വേണ്ടി ജീവിക്കുന്ന, യുദ്ധത്തിന് അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അവരുടെ എല്ലാ പരിപാടികളും ഉള്ളത്. അത് ഇന്ത്യക്കാരായാലും കൊള്ളാം, വെളിയിലുള്ളവരായാലും കൊള്ളാം, എല്ലാവരെയും സംരക്ഷിക്കുക എന്നുള്ള ഒരു വിശാലമായ, നമ്മൾ ഈ ഡോം എന്നൊക്കെ പറയുന്നത് അത് റെസിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മിസൈൽസൊക്കെ എവിടെയോ പോയി ഹിറ്റ് ചെയ്തു, പക്ഷേ അത് അത് കുഴപ്പമുണ്ടായില്ല എന്ന് പറയുന്നത് അതപ്പോൾ ഈ ഇസ്രായേലി ഡോമിൻ്റെ ഒരു ഇഫക്റ്റ് ആയിരിക്കും. ആക്ച്വലി ഒരു ലിറ്ററലി അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന, മിസൈൽസ് അകത്ത് പോകാതെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ടെക്നോളജി നമുക്കറിയില്ലെങ്കിൽ പോലും അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാകാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ഒരു പേരിലെങ്കിലും ഒരു ആക്രമണം കാണിക്കും എന്ന് വിശ്വസിക്കുന്നെങ്കിൽ പോലും ലോങ് ടേം ഇഫക്റ്റ് ഉണ്ടാകാതിരിക്കാൻ അവർ നോക്കും. കാരണം ആ റീജിയനിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് റിസോഴ്സസിൻ്റെ കാര്യത്തിലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുള്ളത് കൊണ്ട് അവർ തീർച്ചയായും ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങില്ല എന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇക്കണോമിക് ലോസസ് എന്തായിരിക്കും, ഓയിലിൻ്റെ മാർക്കറ്റ് എന്ത് വരും, ഇതൊക്കെ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് നൗ ഇസ്രായേൽ ഡാസ്. ഇസ്രായേൽ ഒന്നും ചെയ്യുന്നില്ല, വളരെ മൈൽഡായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഉടനെ ഒരു വലിയ ലോകയുദ്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു. തീർച്ചയായും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പശ്ചിമേഷ്യ അനുദിനം കലുഷിതമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന നയതന്ത്ര വിദഗ്ധൻ ടി.പി. ശ്രീനിവാസൻ സാർ, ഒപ്പം കേണൽ ഡെന്നി, അവിടെ നിന്ന് മനീഷ മാത്യു, ഇസ്രയേലിലെ മലയാളിയാണ്, ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഇവരൊക്കെയാണ് അവരുടെ നിലപാടുകളും അവർക്ക് ലഭിച്ച വിവരങ്ങളൊക്കെ പങ്കുവച്ചത്. വളരെയധികം നന്ദി.